കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്തു പറഞ്ഞാലും ട്രോളർമാർ അത് ആഘോഷമാക്കാറുണ്ട്. അദ്ദേഹം വിമർശനങ്ങളെ ഒരിക്കൽ പോലും വകവെച്ചിട്ടില്ല. അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിമർശനങ്ങളെയും അല്ലെങ്കിൽ ഇത്തരം കളിയാക്കളികളെയും ഒരു കാരണവശാലും എടുക്കാറില്ല, കണക്കിലെടുക്കുന്ന പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം പല ആവർത്തി പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തും തുറന്നു പറയുന്ന പ്രകൃതക്കാരൻ കൂടിയാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഡിക്ഷണറിയിലെ 25 പേജുകൾ വീതം ഒരു ദിവസം പഠിച്ചിട്ടാണ് താൻ ഇംഗ്ലീഷ് സ്വായത്തമാക്കിയത് എന്നാണ്. അതായത് ഒരു ദിവസം 25 പേജുകൾ, ഡിക്ഷണറിയിലെ 25 പേജുകൾ താൻ പഠിക്കുമായിരുന്നു. അങ്ങനെയാണ് താൻ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം സ്വന്തമാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രമുഖ ഒരു ദേശീയ മാധ്യമത്തിനാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ നൽകിയത്. ആ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് കലശലായ ആഗ്രഹമുണ്ടായിരുന്നു. 15ാമത്തെ വയസ്സിൽ ഡിക്ഷണറിയിലെ 25 പേജുകൾ വീതം പഠിച്ചു തുടങ്ങി. അങ്ങനെ ആത്മാർത്ഥമായ ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് താൻ ഇംഗ്ലീഷ് അറിയാത്ത താൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വളർന്ന താൻ ഇംഗ്ലീഷ് പഠിച്ചത് എന്നാണ് കണ്ണന്താനത്തിൻ്റെ ഒരു വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ. പിന്നീട് അദ്ദേഹം പറയുന്നതാണ് രസകരമായ കാര്യം, അടുത്ത ജന്മമുണ്ടെങ്കിൽ തനിക്കൊരു റോക്ക് സ്റ്റാറായി മാറണം എന്നാണ് ആഗ്രഹം. റോക്ക് സംഗീതജ്ഞനായി മാറുക എന്നുള്ളതാണ് തൻ്റെ വലിയ ആഗ്രഹമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഒരു F1 ഡ്രൈവർ ആകാനും തനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും താനാകും. ഒന്ന് ഒരു F1 ഡ്രൈവർ അല്ലെങ്കിൽ റോക്ക് സ്റ്റാർ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ. അത് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. മാത്രമല്ല താനൊരു മികച്ച മൃഗസ്നേഹി കൂടിയാണ് എന്ന് കണ്ണന്താനം തുറന്നു പറയുന്നുണ്ട്. പൂച്ച, തത്ത, പട്ടി, മുയൽ ഇങ്ങനെ നിരവധി മൃഗങ്ങൾ വീട്ടിലുണ്ട്. അവയെ ലാളിച്ച് വളർത്തുന്നുണ്ട് എന്നും കണ്ണന്താനം പറയുന്നു. സന്തോഷങ്ങളും ഇടനേരങ്ങളും ഈ മൃഗങ്ങൾക്കൊപ്പമാണ് താൻ ചിലവഴിക്കാറുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമാവുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പഞ്ചപാവമായിരുന്നു താൻ. 10ാം ക്ലാസ്സിൽ 43% മാർക്കേ ലഭിച്ചിരുന്നുള്ളൂ. അത് അന്നത്തെ ഒരു അത്ഭുതമായിരുന്നുവെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. കാരണം 43% മാർക്ക് അന്നത്തെ വലിയ മാർക്കായിരുന്നു. അതുകൊണ്ട് ഹെഡ് മാസ്റ്റർ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇത് വലിയ മാർക്കാണ് എന്ന്. അത് താൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ താൻ അന്ന് പഠിച്ച സമയത്ത് ഏറ്റവും ഉയർന്ന ഒരു 43%-ലെ അന്നത്തെ കാലത്ത് അത് വലിയൊരു മാർക്കായിരുന്നു എന്നാണ് ഹെഡ് മാസ്റ്ററുടെ നിലപാട്. അതൊരു അത്ഭുതമായിരുന്നുവെന്ന് അന്നത്തെ ഹെഡ് മാസ്റ്റർ തന്നെ ഓർമ്മിപ്പിച്ചത് ഇപ്പോൾ താൻ ഓർക്കുന്നുവെന്ന് പറയുന്നു. കുറേ പേർ എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തമായി ഞാനൊരു ബുദ്ധിജീവിയാണ്, ഇൻ്റലിജൻ്റ് ആണ് എന്നാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും വിശ്വാസമെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിലയിരുത്തൽ. 1979-ൽ IAS ലഭിച്ചതിന് ശേഷം പുതിയൊരു വഴിത്തിരിവായി നിരവധി പുസ്തകങ്ങൾ എഴുതി. 100 യുവ ആഗോള നേതാക്കളിൽ ഒരാളായി ടൈം മാഗസിൻ തന്നെ തിരഞ്ഞെടുത്ത കാര്യവും അൽഫോൺസ് കണ്ണന്താനം ഓർക്കുന്നുണ്ട്. ഏതായാലും തൻ്റെ പതിവ് രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഒരു കാരണവശാലും വിമർശനങ്ങളെ ഇതിനൊക്കെ ട്രോൾ വരുമെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. കാരണം ഒരു റോക്ക് സ്റ്റാറായി പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്, അടുത്ത ജന്മത്തിലെങ്കിലും പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുക സാധാരണ പതിവാണ്. അതിനൊന്നും അദ്ദേഹം വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ കാര്യം. അത് അദ്ദേഹം എപ്പോഴും പറയാറുമുണ്ട്. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരം പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. റോക്ക് സ്റ്റാർ ആകുക അല്ലെങ്കിൽ ഒരു F1 ഡ്രൈവർ ആകുക, തനിക്ക് ഡ്രൈവിംഗ് ആണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, മൃഗസ്നേഹമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നത്.